ഹായ് ഓൾ ജിൻസ് കോക്ക് സീക്രട്ട് ഓഫ് കലിംഗ. ഇത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനെ വെച്ചിട്ടാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ അല്ല മെയിൻ. അപ്പോൾ ആരാണ് ഈ എറണംകെട്ട സിനിമയിലെ മെയിൻ നായകൻ? ആരാണ്? അത് മറ്റാരുമല്ല, ഇതിൻ്റെ സംവിധായകൻ തന്നെയായിട്ടുള്ള സനീഷ് ഉണ്ണികൃഷ്ണനാണ്. പുള്ളി തന്നെയാണ് റൈറ്ററും. വേറെ ഒരു റൈറ്ററും കൂടെ ഉണ്ട്. മറ്റ് ടെക്നീഷ്യൻസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വെറും സീരിയൽ നിലവാരം. പിന്നെ അവരെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറേ അപരാധം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് അഭിനയിക്കണം. ആർക്ക്? സനീഷ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ സനീഷ് ഉണ്ണികൃഷ്ണൻ ധ്യാനിനെ പിടിച്ചിട്ട് അവിടെ നിർത്തി. ട്രെയിലറിലും പോസ്റ്ററിലും മറ്റ് എന്തെങ്കിലും പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ തന്നെ. കാരണം ധ്യാൻ്റെ സിനിമയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ കാണും, കുറച്ച് റിവ്യൂസ് കാണും, പിന്നെ ധ്യാനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും. അല്ലാതെ ഇപ്പോൾ സനീഷ് ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച സിനിമ പുള്ളി തന്നെ സംവിധാനം ചെയ്ത് ഇറക്കുവാണെങ്കിൽ ഒരു പട്ടിക്കുറക്കം പോലും തിയേറ്ററിൻ്റെ പരിസരത്ത് പോലും പോകില്ല എന്ന് പുള്ളിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ധ്യാനെ പിടിച്ചിട്ടത്. പ്രൊഡ്യൂസേഴ്സിനെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ജോണറൈസ് ഉള്ള സിനിമയാണ്. ഇതിൽ മറ്റേ സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൊററുണ്ട്, പിന്നെ ഹൊറർ കോമഡി ഉണ്ട്, പിന്നെ ക്യാമ്പസ് ലൈഫുണ്ട്, പ്രണയമുണ്ട്, പല പരിപാടിയുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ എഴുതി വെച്ച് ഇതിങ്ങനെ എടുത്തത് എൻ്റെ പൊന്നോ. ഇതിൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് നന്ദി. സാധാരണ കുറേ നന്ദി ഉണ്ടാവുമല്ലോ. അപ്പം ഇതിൽ വ്യത്യസ്തമായിട്ട് നന്ദിയാണ്. കൂടെ നിന്ന് പണി തന്നവർക്കും നന്ദി. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, കൂടെ നിന്ന് പണി കൊടുക്കാൻ നോക്കിയ ആളുകൾക്ക് നന്ദി. എങ്ങനെയെങ്കിലും ഈ സിനിമ ഇറങ്ങാതിരുന്നെങ്കിൽ ഇങ്ങനൊരു ആറ്റം ബോംബ് ഇന്ന് ഇറങ്ങില്ലായിരുന്നു. അപ്പം പണിയാൻ നോക്കിയവർക്കാണ് ഞാൻ നന്ദി പറയുന്നത്. ഇവരെ രണ്ടുപേർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ കഥാപശ്ചാത്തലം, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോളേജ്, ഒരു ക്യാമ്പസ്. സാധാരണ ക്യാമ്പസ് ഉണ്ടാവുക പിന്നെ സിറ്റീസിൽ അല്ലെങ്കിൽ ആൾപ്പെരുമാറ്റമുള്ള മനുഷ്യരുള്ള സ്ഥലത്തായിരിക്കും. പക്ഷെ ഇതിൽ ഹൊററും മറ്റേ ഫാൻറ്റസിയും സൂപ്പർ നാച്ചുറലും മറ്റേ മാങ്ങാത്തൂലിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കാടിന് നടുക്കൊരു കോളേജ്. ഇത് ആതിരപ്പള്ളി എന്നൊക്കെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ കോളേജ് കേരളത്തില്ല നമുക്കറിയാം. ഓക്കെ, ഇതൊരു ഒരു സെറ്റിംഗ് ആണല്ലോ, എങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം. ഈ മറ്റേ ഹിന്ദി ഹൊറർ കോമഡീസിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ കാടിനകത്ത് ഒരു കോളേജ്. അപ്പോൾ ഈ കോളേജിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ, അതുപോലെ പിന്നെ അധ്യാപകരും അധ്യാപികമാരും, അങ്ങനെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. എല്ലാവരും കാണിക്കുന്ന മൊത്തം ഓണത്തരം. അപ്പോൾ ഇതിൻ്റെ ഹൊറർ എലിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ദാകിനി കാട് എന്ന് പറഞ്ഞ ഒരു കാടുണ്ട്. അപ്പോൾ ആ കാട്ടിൽ ആരുണ്ട്? മന്ദാകിനി ഉണ്ട്. അതുകൊണ്ടാണല്ലോ മന്ദാകിനി കാട്. അപ്പോൾ മന്ദാകിനി ആരെങ്കിലും ഇതുവഴി പോയി കഴിഞ്ഞാൽ ആദ്യം കണ്ണിൻ്റെ കൃഷ്ണമണി അടിപ്പിച്ച് കളയും. പിന്നെ കണ്ണ് ഫുള്ള് വെള്ളയായിരിക്കും, വെള്ളക്കണ്ണ്. ഇതില്ല, കൃഷ്ണമണിയില്ല. എന്നിട്ട് അവിടെ ക്യാമറ ഉണ്ട്, അതിൽ ചാടിക്കും. ഇതാണ് മന്ദാകിനിയുടെ ഹോബി. അപ്പോൾ ഇത് സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ എന്താ പറയുക പീരീഡൊക്കെ ഉണ്ട്. പഴയ BC കാലത്തെ കലിംഗ, പിന്നെ AD കാലത്തെ, അതായത് ഇപ്പോഴുള്ള കലിംഗ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ AI യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി വരാൻ പോകുന്ന ഇത്തരം ലോ ബജറ്റ് തട്ടിക്കൂട്ട് അപരാധ മലങ്കൾട്ട് സിനിമകൾക്കകത്ത് AI ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാൻ പോകുന്ന കാട്ടപരാധങ്ങളുടെ ഒരു തുടക്കം ഈ സിനിമയിൽ കാണാം. അതായത് AI ഇരുന്നിട്ട് പണിയോ, നമുക്കറിയാലോ എന്തൊക്കെ AI വീഡിയോസ് നമ്മൾ കാണുന്നു. അതായത് BC എന്നെല്ലാം പറഞ്ഞിട്ട് AIക്കകത്ത്, പിന്നെ ധ്യാനിൻ്റെ കൗമാരം കാണിക്കാൻ വേണ്ടിയിട്ട് AI, അതിൽ ധ്യാനിൻ്റെ ഫേസ് കൊള്ളാം, ബാക്കി നമുക്ക് കണ്ടാൽ തന്നെ AI എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ തിരയിലൊക്കെ ഉള്ള ധ്യാൻ്റെ ഒരു ഫേസില്ലേ, ജോലിനൊക്കെ ഉള്ള ഫേസിൽ ഫാറ്റ് ഇല്ലാത്ത പഴയ ധ്യാൻ്റെ ഒരു ഫേസ്, അതവർ അത്യാവശ്യം നന്നായി പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കി ഈ കലിംഗ എന്നെല്ലാം പറഞ്ഞ് കാണിക്കുന്ന AI ഒക്കെ
ആ പോറ മറ്റേ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ഇത് കാണിക്കുന്നുണ്ട് ബോട്ടിൽ. അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ ഒരു ക്യാമ്പസ് സ്റ്റോറി, അതിനടുത്ത് മന്ദാകിനിക്കാട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെന്തൊക്കെയാ കാണിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ധ്യാനിന്റെ അനിയനായിട്ട് അൽത്താഫിന്റെ അനിയനായിട്ടാണ് ഈ സനീഷ് ഉണ്ണികൃഷ്ണൻ. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡയറക്ടർ തന്നെയാണ് ഈ അപരാധം പണി ഡയറക്ടർ തന്നെയാണ് പിന്നെ ഇതിലൊരു ഏറ്റവും വലിയ ഒരു പരിപാടി കാണിച്ചേക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ധ്യാൻ ഡേറ്റ് കിട്ടി. ധ്യാൻ ക്യാഷ് കൊടുത്ത ഡേറ്റ് കൊടുക്കുമല്ലോ, ധ്യാനിന്റെ ഡേറ്റ് കിട്ടി. അപ്പോൾ ഇവർ ഓൾറെഡി ക്യാമ്പസിനകത്തുള്ള പരിപാടിക്ക് ധ്യാനിനെ ഒരു വീട്ടിൽ ഇരുത്തിച്ചേക്കുക, ഫുഡെല്ലാം കൊടുത്ത് അവിടെ ഇരുത്തിച്ചായിരിക്കും. അപ്പം ധ്യാൻ ആ വീട്ടിലിരിക്കുക, ഒരു നമ്പൂതിരിയോ മറ്റേ എന്തോ ഈ മന്ദാകിനെ കുറിച്ച് റിസർച്ച് ചെയ്യും ഒക്കെ ചെയ്യുന്ന ആഭിചാരക്രിയയും മറ്റേ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് ധ്യാൻ. അപ്പൊ ധ്യാനെ ഞാൻ ഈ പറയാൻ പോകുന്ന ഷൂട്ടിങ്ങിന്റെ ഒരു പ്രോസസ്സ് ഞാൻ മനസ്സിലാക്കുന്നത്, ധ്യാനിനെ ആ വീട്ടിൽ ഇരുത്തിച്ചേക്കുക. ധ്യാനിന്റെ ഡേറ്റ്സ് 5-10 ദിവസം കിട്ടിക്കാണുമായിരിക്കും. അപ്പം ധ്യാൻ അവിടെ ഇരുത്തിച്ചേക്കുക. ധ്യാൻ ഔട്ട്ഡോറില്ല, ഒന്നുമില്ല, ഫുള്ളി വീട്ടിൽ നിന്നിട്ട് ഉള്ള ധ്യാനിന്റെ ഡയലോഗ് അടിയും പരിപാടിയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ധ്യാനിന് പോകാലോ. പക്ഷേ ദ തിങ് ഈസ്, ഈ സനീഷ് ഉണ്ണികൃഷ്ണനെ ഓൾറെഡി അഭിനയിച്ച് കഴിഞ്ഞ് ഏത് ക്യാമ്പസ് സീൻസ്. അപ്പൊ ആ സമയത്ത് പുള്ളിക്ക് താടി മീശയുണ്ട്. ഈ ധ്യാന്റെ കൂടെ ഈ വീട്ടില് ധ്യാനെ തടവിൽ നിർത്തിയിരിക്കുന്ന വീട്ടിലുള്ള സീൻസ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് താടി മീശയില്ല. ഞാൻ തുടക്കത്തിലേക്ക് വിചാരിച്ചത് രണ്ടാൾക്കാരാണെന്ന്. പിന്നെയാണ് മനസ്സിലായി സംവിധായകൻ കൂടിയായിട്ടുള്ള ഇദ്ദേഹം തന്നെയാണ് രണ്ടും ചെയ്തിരിക്കുന്നത്, ക്യാമ്പസിലെ സീൻസും. അതായത് ഇദ്ദേഹം ഡേ സ്കോളറാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ താടി മീശയില്ല, കോളേജിലെത്തിക്കഴിഞ്ഞാൽ താടി മീശയും, തിരിച്ച് വീണ്ടും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ താടി മീശയില്ല. സംഭവം എന്തോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് പോയി താടി മീശയും വെച്ചിട്ട്. എന്നാ പിന്നെ ധ്യാനിന്റെ ഡേറ്റ് നോക്കിയിട്ട് ഇദ്ദേഹത്തിന് വീണ്ടും താടി മീശയും വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ധ്യാനിന്റെ കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടി കാണൂല. അപ്പൊ ഇങ്ങനെയൊക്കെയാ സിനിമ എടുത്തിട്ട് വേഗം പ്രസ് മീറ്റ് വിളിച്ചോ, ജോറ് പറക്കിക്കോ, വേഗം പ്രസ് മീറ്റ് വിളിച്ചോ, വേറെ ഒന്നും നിങ്ങളെ കൂടെ നടക്കും. ഇങ്ങനെയൊക്കെ സിനിമ, സംവിധായകൻ തന്നെ അഭിനയിച്ച സിനിമ. അഭിനയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ആർക്ക് അഭിനയിക്കാം ഇപ്പൊ ഇക്കാലത്ത്, അഭിനയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് സംവിധായകൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന അപരാധം. പിന്നെ അദ്ദേഹമാണ് കൂടുതൽ സീൻസും പുള്ളിയുടെ ഇതിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ആർട്ട് വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാട്ടിനകത്ത്. അത് കൊള്ളാം, ആ സാധനം കൊള്ളാം. ബാക്കിയെല്ലാം പെട്ടിക്കട സെറ്റപ്പാണ്. ചുമ്മാ വെയിലേക്ക് കെട്ടി തട്ടിക്കൂട്ടി കിണറും അതൊക്കെ ആക്കി അങ്ങനത്തെ. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഞാൻ പറയുന്നില്ല, എല്ലാം സീരിയൽ ലെവൽ സെറ്റപ്പാണ്. പിന്നെ ഇതിന്റെ തുടക്കത്തിൽ ഈ ക്യാമ്പസ് തന്നെ ധ്യാനൊക്കെ പഠിച്ച സമയത്തുള്ള കുറച്ച് സ്റ്റുഡൻസിനെ കാണിക്കുന്നുണ്ട്, ഫുള്ള് കളവികൾ. ഗൗരി നന്ദ, ലക്ഷ്മി നന്ദൻ, മാളവിക മേനോൻ, മെറിൻ മൈക്കിൾ, ഇവരൊക്കെ സ്റ്റുഡൻസ്. എന്നിട്ട് ഇവര് പിന്നെ വലുതായി കുറെ വർഷം കഴിഞ്ഞ്, അപ്പോഴും ഇവര് കളവികള്, ഇവര് പഠിക്കുമ്പോഴും കളവികള്. ഇവര് കാണിക്കുന്ന കാട്ടവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നോസ്റ്റ് അടിക്കുന്നു. എന്നിട്ട് നട്ടപ്പാതിരയ്ക്ക് സാരി ഉടുത്ത് തന്നെ ഇവർക്ക് പോകണം കോളേജിനകത്ത്. അവിടെ കിടന്ന് പെരങ്ങുക കോളേജിനകത്ത്. അയ്യോ, തനിയ അപരാധം. അതായത് നിങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം, ലക്ഷ്മി നന്ദൻ, ഗൗരി നന്ദ, മാളവിക മേനോൻ, മെറിൻ മൈക്കിൾ, മനസ്സിലായല്ലോ ഇവരെ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ. ഇതിലെ പാട്ടുകൾ പറഞ്ഞ ഇങ്ങനെയാണ്. പിന്നെ ഇതിന് ലിറിക്സ് ആരെഴുതി എനിക്കറിയില്ല. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, രാവേ രാവേ ആരാച്ചാരേ, രാവും ആരാച്ചാരും തമ്മിൽ എന്താ ബന്ധം? അതായത് ഇങ്ങനെ റൈമിങ് പോലെ പ്രാസൊപ്പിക്കാൻ വേണ്ടി കാളയെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അറിയാം, ഈ സിനിമയുടെ നിലവാരം വെച്ചിട്ട് അതൊക്കെ മതി. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇതിലെ അദൃശ വിനോദ് എന്ന് പറഞ്ഞാണ് ഇതില് ഇദ്ദേഹത്തിന്റെ സനീഷ് ഉണ്ണികൃഷ്ണന്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ഇതിൽ ഈ അദൃശ വിനോദ് ചെയ്ത ക്യാരക്ടറിന്റെ പേഴ്സിൽ കോണ്ടം വലിയ പ്രശ്നമാണല്ലോ. അപ്പൊ ഈ കോണ്ടം എടുക്കാൻ പോണ ഒരു സീക്വൻസ് ഉണ്ട്. കോണ്ടം എടുക്കാൻ പോണ സീക്വൻസ് മൊത്തം എന്താ വരാതാ പണി വെച്ചേക്കുന്നേ. എന്നിട്ട് കോണ്ടെടുക്കാൻ പോയിട്ട് നായകൻ മുണ്ടെടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ നായകന്റെ മുണ്ടഴിഞ്ഞ് പോകുന്നൊക്കെ ഇപ്പോഴും കോമഡിയാണോ? എന്നിട്ട് അതിന് ദൂരദർശൻ എത്രയോ സിനിമകളിൽ ഇതേ സ്കോറിനിട്ടിട്ട് പഴകി തേഞ്ഞ് അവിഞ്ഞു പോയ സാധനം.
ദൂരദർശനിലെ ന്യൂസ് വരുമ്പോഴുള്ള സ്കോർ അറിയാലോ. ആ സാധനം ഇട്ടിട്ട് വെറുപ്പിക്കൽ. അത് കഴിഞ്ഞിട്ട് അതിലും ബൂസ്റ്റ് സീനുണ്ട്. നായകന്റെ മുണ്ട് വീണ്ടും കഴിയുമായിരിക്കാൻ നായിക വള്ളി വെച്ച് ഒരു കാട്ടുവള്ളി വെച്ച് കിട്ടുമ്പോൾ നായകന് അനുഭൂതി അടിച്ചിട്ട് നായകൻ എന്തൊക്കെയോ വികാര വിചാരം വരും. അപ്പോൾ പിന്നെ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞ പോലെ തോന്നുന്നത്. താലി കിട്ടും പോലെയാണ് വള്ളി കിട്ടണത് പുള്ളിക്ക് തോന്നുന്നത്. അപ്പം മറ്റേ ഹിന്ദു കല്യാണ തീം മ്യൂസിക് ഉണ്ടല്ലോ, അത് അങ്ങനത്തെ എന്തൊരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വൃത്തികെട്ട ഒരു അത്രയ്ക്ക് ഒരു അലമ്പ് സീൻ. അതായത് ആരിപ്പോൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിലായി കഴിഞ്ഞാലൊക്കെ അങ്ങനത്തെ ഒരു സീന്. ഇതൊക്കെ കാണിച്ചിട്ട് ഇവര് എന്താ എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ സിനിമ എടുത്തിട്ട് ഇറക്കി വിടും. ഉല്ലാസ് പന്തലുണ്ട്, വൻ വെറുപ്പിക്കലാണ്. പിന്നെ വേറെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിലായിട്ട് കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, എല്ലാവരും മത്സരിച്ച് വെറുപ്പിക്കലാണ്. പിന്നെ കാട്ടാക്കടണ്ണനുണ്ട്. പുള്ളിയുടെ റീൽസൊക്കെ കാണുമ്പോൾ ഓക്കെ നല്ല രസമാണ്. പക്ഷെ സിനിമയ്ക്കകത്ത് വന്നപ്പോഴേ പുള്ളി വീണ്ടും അണ്ണ എന്ന് പറഞ്ഞ ആ ഒരു സാധനം തന്നെ. പുള്ളി ആതിരപ്പള്ളിയാണ്, ട്രിവാൻഡ്രം ആതിരപ്പള്ളി വന്ന് കൂടിയാണോ എന്ന് അറിയില്ല. എന്തായി കഴിഞ്ഞാലും പുള്ളിയും വെറുപ്പിക്കൽ തന്നെ. റിയാസ് ഖാൻ ഉണ്ട്. പുള്ളിയുടെ മോനായിട്ട് അഭിനയിച്ച പുള്ളി കൊള്ളാം. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇതിന്റെ സ്ഥിരം നമ്മളെ സെക്കൻഡ് പാർട്ട് സ്കാം ഉണ്ട്. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ ഇവർ AI ഉപയോഗിച്ച് കാണിച്ചേക്കുന്നത്. ഇങ്ങനെ AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ AI ഡേഞ്ചറാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ അങ്ങനത്തെ സ്റ്റഡീസും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി, ഒരു ഇങ്ങനത്തെ ഒരു സിനിമയിൽ ചുമ്മാ അങ്ങ് എന്തോ അടിച്ച് കാണിക്കാനുള്ള പരിപാടിയായിട്ട് തന്നെ AI മാറും, ഷുവറാണ്. അത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ AI ഇവർ ചെയ്ത് വെച്ച സാധനം നോക്കുന്ന സമയത്ത് ധ്യാനൊക്കെ ഭയങ്കര വാരിയറും ഭയങ്കര ബിൽറ്റായിട്ടുള്ള നല്ല ഹൾക്ക് ലെവൽ മസിൽസ് ഒക്കെ ഉള്ള വൺ ടീമാണ്. പക്ഷെ ഇത് AI അല്ലാതെ ധ്യാനം ശരിക്കും വെച്ചെടുക്കാനാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്താലും തുടങ്ങാൻ പോകുന്നില്ല.